ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെ രുചികരമായ ധാബ സ്റ്റൈൽ പനീർ മസാല തയ്യാറാക്കിയാലോ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ധാബ സ്റ്റൈൽ പനീർ മസാലയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ബൗളിൽ 15-20 പനീർ ക്യൂബ്സ് എടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക. 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 3 കരയാമ്പൂ, 2 ഏലക്കായ, 1/2 ഇഞ്ച് കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. മസാലയുടെ ഒക്കെ നല്ല മണം വരും. ചൂട് മാറിയതിനു ശേഷം ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുക. ഒരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത പനീർ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത പനീർ മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ഇഞ്ച് കറുവാപ്പട്ട, 2 ഏലക്കായ, 2 കരയാമ്പൂ, 1 ഇലവർഗത്തിൻ്റെ ഇല ചേർത്ത് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി അരിഞ്ഞു വെച്ച സവോളയും 1 ടീസ്പൂൺ ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴറ്റുക. അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. ഇനി 1/2 കപ്പ് തൈര് ചേർത്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ എണ്ണ വേർപെടുന്ന വരെ ചൂടാക്കുക. അര കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച പനീർ ഇതിലേക്ക് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് ചൂടാക്കുക. 1 ടീസ്പൂൺ ഉലുവയുടെ ഇലകൾ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ധാബ മസാല ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി 3-4 മിനിറ്റ് ചൂടാക്കുക. നമ്മുടെ ധാബ സ്റ്റൈൽ പനീർ മസാല തയ്യാറായിട്ടുണ്ട്. ധാബ സ്റ്റൈൽ പനീർ റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ധാബ സ്റ്റൈൽ പനീർ മസാലയാണ്. നമുക്ക് ധാബയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.